ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഉച്ച മുതൽക്ക് രാത്രി വരെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. നമ്മൾ യൂട്യൂബിൽ ഒരുപാട് നോമ്പുതുറ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ? അതിലൊക്കെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവും. സാധാരണക്കാരുടെ നോമ്പുതുറ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് കാണാം. വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല രസമുള്ള പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ എൻ്റെ വീഡിയോയിൽ. ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ സമയം മുഴുവൻ അടുക്കളയിൽ ചിലവഴിക്കാതെ പെട്ടെന്ന് തന്നെ ജോലി തീർത്തിട്ട് ബാക്കിയുള്ള സമയത്ത് ഇബാദത്ത് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാൽ അതാവൂല ഏറ്റവും നല്ലത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഉച്ചക്കാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ തിരുമ്പാങ്കല്ല്. നമ്മളെ നാട്ടിലൊക്കെ തിരുമ്പാങ്കല്ല് എന്ന് തന്നെയാണ് പറയുക. ഇപ്പോൾ പരിഷ്കാരത്തിന് വേണ്ടി അലക്കുകല്ല് എന്നൊക്കെ എനിക്ക് പറയാം. പക്ഷെ നമ്മളെ ഭാഷനെ സംസാരിക്കുമ്പോൾ അതാവും ഏറ്റവും കംഫർട്ട് എന്ന് എനിക്ക് തോന്നുക. അപ്പോൾ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് മെഷീനിലിട്ടിട്ട് ഞാൻ ഉണക്കിട്ടോ. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. വലിയ വെയിലൊന്നും മയലുമൊക്കെ വരാത്തതുകൊണ്ടാണ് കേട്ടോ മെഷീനിലിട്ടിട്ട് ഉണക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ വെയിൽ കൊണ്ടില്ലെങ്കിലും ആ കാറ്റ് കൊണ്ടിട്ടെങ്കിലും പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ലോറൊക്കെ നിസ്കരിച്ചിട്ടാണ് കേട്ടോ തിരുമ്പാനായിട്ട് നിന്നത്. ഏകദേശം 3 മണിയൊക്കെ ആയിട്ടുണ്ട്. സാധാരണ ഞാൻ അസറൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 4, 4:30, 5 മണിയൊക്കെ ആവും അടുക്കളയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ. കുറച്ച് സാധനങ്ങളെ നോമ്പുതുറക്ക് ഉണ്ടാക്കാറുള്ളൂ. അതുകൊണ്ട് ഒരുപാട് നേരത്തൊന്നും അടുക്കളയ്ക്ക് കയറാറില്ല. ഇന്നിപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഒരു ചിക്കനെ നമ്മൾ അറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചിക്കൻ മന്തി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ മസാല തേച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ തന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത്. നമ്മളിവിടെ കോഴിനെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു 10-11 കോഴി കുഞ്ഞുങ്ങളെ വാങ്ങിയിരുന്നു കേട്ടോ. കുറേ മുന്നേ ജോഡികളാണെന്ന് പറഞ്ഞിട്ടായിരുന്നു തന്നത്. അതിൽ 1-2 ചത്തുപോയി അസുഖം വന്നിട്ട്. പിന്നെ ഒന്നിനെ നായും പിടിച്ചു. ബാക്കി 7 കോഴികൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 3 പേടായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ 7 പൂവനായി. 4 നമ്മൾ വേറെ ആൾക്കാർക്ക് കൊടുത്തു. ബാക്കി 3 ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കൊത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഭയങ്കര സൗണ്ടുമാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നിനൊന്നിപ്പോൾ കശാപ്പാക്കിയതാണ്. നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റും എൻ്റെ വീഡിയോയിലെ പൂവൻകോഴി കൂകുന്ന സൗണ്ട്. പിന്നെ മന്തി ഉണ്ടാക്കുന്ന റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല. ഇത് എൻ്റേതായിട്ട് ഒരു രീതിക്കുള്ള ഒരു മന്തിയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ചിക്കൻ അല്ലല്ലോ. അപ്പോൾ ഇതിന് വേഗം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉപ്പും മുളകും എല്ലാ സാധനവും നമ്മൾ കൂടുതലായിട്ട് ഇടേണ്ടി വരും കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ ഇറച്ചി കഴിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അതാണ് കേട്ടോ ഞാൻ മസാലകളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കൂടുതൽ ഇടുന്നത്. നമ്മൾ പ്രിപ്പറേഷൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ആ പേസ്റ്റ് തന്നെയാണ് കേട്ടോ അത്. എന്നിട്ട് ഒരു 2-3 ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മന്തി മസാല ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ എൻ്റെ മോൻ ഒരേ നിർബന്ധം കളറ് ചേർക്കണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു നുള്ള കളറ് ചേർത്തത്. ഇവിടെ എനിക്ക് ഈ കാക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല കളർ ചേർക്കുന്നത്. കളർ ചേർത്തെന്ന് കരുതിയിട്ട് നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങുന്ന ആ തരത്തിലൊന്നും കളറൊന്നും ആയിട്ടില്ല. പിന്നെ ഞാനിതൊരു പാനിലിട്ടിട്ട് കുറച്ച് പൊരിച്ചെടുത്ത സമയത്ത് എനിക്ക് തോന്നി ഇതിപ്പോൾ ഇങ്ങനെ പാനിലിട്ട് പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷവാങ്ക് കൊടുത്താൽ ഇത് പൊരിക്കൽ കഴിയൂലെന്ന്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടൂലല്ലോ. ഇത് സാധാരണ നമ്മൾ വീട്ടിൽ വളർത്തിയ ചിക്കൻ ആയതുകൊണ്ട് തന്നെ വേവ് കൂടുതലാണ്. അങ്ങനെ ബാക്കിയുള്ള കഷ്ണങ്ങൾ ഞാൻ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. നമ്മൾ മസാല എക്സ്ട്രാ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തിന്നപ്പോൾ. ഇനിയിപ്പോൾ ബസുമതി റൈസ് അളന്നെടുത്തിട്ട് നല്ലപോലെ കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് 1 മണിക്കൂർ കുതിർക്കാനായിട്ട്. ഞാൻ 1 കിലോ അരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ബാക്കി വെച്ചാൽ നമ്മൾ വേറെ അരി വാങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയാൽ 2 തരം വേവായി കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നായിട്ട് തന്നെ എടുത്തത്. പിന്നെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും അത്താഴത്തിനൊക്കെ കഴിക്കാം. ഇപ്പോൾ നോമ്പ് നോറ്റാൽ ഫുഡൊന്നും അധികം വേണ്ട. വെള്ളം കുടിച്ചാൽ തന്നെ വയറ് നിറഞ്ഞു. പക്ഷെ ഭയങ്കര ക്ഷീണമാണ്. പിന്നെ നിസ്കാരം തറാവിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കാനൊരു മടിയാണ്. അപ്പം ഞാൻ പിന്നെ ബാക്കിയുള്ള അരിയും കൂടി എടുത്താണ് കേട്ടോ. പിന്നെ അത്താഴത്തിന് വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. കൂടെ സമൂസം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കണം. ഉണ്ടാക്കുന്ന സമയത്ത് തണുപ്പൊക്കെ പോയി കിട്ടിക്കോളും. ഉരുളൻകിഴങ്ങൊക്കെ ഓൾറെഡി പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് നമ്മൾ ചപ്പും പുതിനൊക്കെ വെച്ച് അരച്ചിട്ടുണ്ട് കേട്ടോ. ഇറച്ചി മസാല ഒക്കെ അങ്ങനത്തെ രീതിയിൽ ഒരുപാടുള്ളതല്ല. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരുപാട് സമയം നമ്മൾ മാറ്റി വെച്ചാൽ പെട്ടെന്ന് കേടാവും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മേല് കഴുകിയിട്ട് വേണം അസർ നിസ്കരിക്കാൻ. ഞാൻ ലോറി നിസ്കരിച്ചതിന് ശേഷമാണ് തിരുമ്പാനും മറ്റുള്ള പണികൾക്കൊക്കെ നിന്നത് കേട്ടോ. ചെറിയ കുട്ടികൾ 2 ആൾക്കാരും ഉറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ബാക്കിയുള്ള പണികളൊക്കെ കുറച്ച് സ്പീഡിൽ ചെയ്യാം. നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഖുർആൻ ഓതാൻ സമയം കിട്ടുമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അസ്റാൻ കൊടുത്തിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അസർ നിസ്കരിച്ചു. അതിനുശേഷം ചൊല്ലാനുള്ള ദിക്റുകളൊക്കെ ചൊല്ലാണ്. ഞാൻ ഖുർആൻ ഖത്തം ഓതാൻ വേണ്ടിയിട്ട് ഫർള് നിസ്കാരത്തിന് ശേഷം ഇത്ര വീതം പേജ് ഓതണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ഒരു 1-1.5 ദിവസമായിട്ട് 1-1.5 അല്ല കേട്ടോ, എന്നാലും ഒരു 5-6 വഖത്ത് നിസ്കാരത്തിന് ശേഷം ഒന്നും എനിക്ക് ഓതാനായിട്ട് ടൈമേ കിട്ടുന്നില്ല കേട്ടോ. ഇപ്പോൾ ഒന്നെങ്കിൽ കുട്ടികൾ നിലവിളിക്കുമ്പോൾ ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് വേഗം
കുട്ടികളെടുക്കാനായിട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പണി ഉണ്ടാവും കേട്ടോ. അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാവണം എന്ന് വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ ഇത് ചെയ്യരുത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വൈത്തലുണ്ടാവുമല്ലോ ഒരാൾ. ആ ഇബിലീസ് തന്നെ. ആ ഇബിലീസിൻ്റെ പിടിയിൽ പെട്ടിട്ട് ഭയങ്കര മടിയാവും കേട്ടോ ചിലപ്പോൾ ഓതാനൊക്കെ. അങ്ങനെയൊക്കെ ആയിക്കാണ്ട് നമുക്ക് നമ്മളെ ടാർഗറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേജുകൾ ഓതാനുണ്ട് കേട്ടോ. പിന്നെ അടയാളപ്പെടുത്താനുള്ളതൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ചൊല്ലാനുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ടാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മറവിയാണ്. എന്തെങ്കിലും കാര്യം ചൊല്ലിയാൽ തന്നെ അടയാളപ്പെടുത്താൻ മറന്നാൽ ഞാനതൊരു 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ചൊല്ലിയോ അടയാളപ്പെടുത്തിയിട്ടില്ലല്ലോ ഞാൻ ചൊല്ലിയത് തന്നെയാണോ എന്നിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും കേട്ടോ. അത്രക്കും ഭയങ്കര മറവിയാണ് എനിക്ക്. അപ്പോൾ എന്തായാലും ഇത്ര വിശദമായിട്ട് പ്ലാനർ ഉണ്ടാക്കിയത് ഭയങ്കരമായിട്ട് ഹെൽപ്പായിട്ട് എനിക്ക്. ഈ മറവി കാരണം ഈ അടയാളപ്പെടുത്തുന്നത് ഒരു നല്ലൊരു ഹെൽപ്പായി. എന്നാലും ചൊല്ലിയത് ഓർമ്മ ഉണ്ടാവില്ലെങ്കിലും അടയാളപ്പെടുത്തിയത് കണ്ടാൽ ചൊല്ലിയിരിക്കണമെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പിന്നെ ഓരോ നിസ്കാരത്തിന് ശേഷം ഓരോ സൂറത്തുകൾ ഓതണം എന്നാണ് കരുതിയത്. പക്ഷെ നമുക്കറിയാമല്ലോ ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല. അപ്പം ഞാൻ ഒന്നായിട്ടാണ് കേട്ടോ ഓതൽ. ചില ദിവസങ്ങളിൽ മാഗ്രിബിൻ്റെ ശേഷം എനിക്ക് സമയം കിട്ടുക അപ്പോൾ ഓതും. അല്ലാത്തപ്പോൾ ചിലപ്പോൾ ലോറിൻ്റെ ശേഷം സമയം കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഒന്നായിട്ടിരുന്നാണ്ട് ഓതും കേട്ടോ. എന്നിട്ട് അടയാളപ്പെടുത്തി കൊടുക്കലാണ്. അല്ലാണ്ട് ഓരോരോ നിസ്കാരത്തിന് ശേഷം ഓതാൻ സമയം കിട്ടാറില്ല. അതുപോലെ തന്നെയാണ് കേട്ടോ ഖത്തം തീർക്കുന്നതും. ഇപ്പോൾ കണ്ടില്ലേ ഒരു 7 നിസ്കാരത്തിൻ്റെ ശേഷം ഇതുവരെയായിട്ട് ഞാൻ ഒറ്റ പേജ് ഓതിയിട്ടില്ല. ഇന്ന് ലോറിന് ശേഷം ഓതാൻ പറ്റിയിട്ടില്ല. അസറിൻ്റെ ശേഷം ഇനിയിപ്പോൾ സൂറത്തുകൾ ഓതാമെന്ന് വിചാരിച്ചു. ഡെയിലി ഓതാറുള്ള സൂറത്തുകൾ ഓതാമെന്ന് വിചാരിച്ചു. അപ്പോഴും ഖത്തം തീർക്കാനുള്ള പേജുകൾ ഇന്നും ഈ അസറിൻ്റെ ശേഷം ഓതാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മഗ്‌രിബിൻ്റെ ശേഷം കുറച്ച് നേരത്തെ തന്നെ ഓതാനിരിക്കണമെന്ന് കരുതുന്നുണ്ട്. അതിന് ശേഷം ചൊല്ലാനുള്ള ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് അതൊക്കെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. 1-2 ദിവസമായിട്ട് പല കാരണങ്ങളെ കൊണ്ട് ഉറക്കക്കുറവ് നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സുബഹിക്ക് ശേഷം ഓതാറ് തീരെ എനിക്ക് പറ്റുന്നേ ഇല്ല. ഉറക്കം വന്നിട്ട് അപ്പോൾ ഞാൻ ഇന്ന് സുബഹിൻ്റെ ശേഷം കിടന്നുറങ്ങി കേട്ടോ. സാധാരണ ഓതാറുള്ള യാസീന് പോലും ഓതാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിപ്പോൾ സുബഹിക്ക് ശേഷം ഓതാറുള്ള യാസീന്, ലോറിന് ശേഷം ഓതുന്ന ഫാത്തിഹ സൂറത്ത്, അതുപോലെ തന്നെ അസറിന് ശേഷം ഒന്ന് റഹ്മാനും കൂടി 3ഉം കൂടി ഒരുമിച്ചിട്ടാണ് കേട്ടോ ഓതുന്നത്. ദിക്ർ ചൊല്ലലും ഖുർആൻ ഓതലൊക്കെ കഴിഞ്ഞ് വന്നപ്പോത്തിന് 5 മണിക്ക് അടുക്കളയ്ക്ക് തിരിച്ച് വരണമെന്ന് വിചാരിച്ചായിരുന്നു. വന്ന് ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ 5:45 ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ടൈമും കൂടി ഉള്ളൂ ബാങ്ക് കൊടുക്കാൻ. ഇനിയിപ്പോൾ സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ നമുക്ക് പണിയെടുത്ത് തീർക്കണം. ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര ടൈം കുറഞ്ഞാലും ഞാൻ പെട്ടെന്ന് പണിയെടുത്ത് തീർക്കും കേട്ടോ. പക്ഷേ ക്യാമറ ഇങ്ങനെ ഓണാക്കി ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പണിയെടുക്കാൻ. അപ്പോൾ ഞാൻ മോനെയും ഹസ്ബൻഡിനൊക്കെ പെട്ടെന്ന് വിളിച്ചു. അവർക്കൊക്കെ ഓരോ പണികൾ വീതിച്ച് കൊടുക്കുക ചെയ്തത്. അവർ ഹെൽപ്പിന് വരാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് അടുക്കളയിൽ പണിയെടുക്കുന്നതാണ് ഒരു സുഖം. നമ്മളിങ്ങനെ ഓടിപ്പാഞ്ഞ് പണിയെടുക്കുന്നുണ്ട് എനിക്കിഷ്ടം. എല്ലാ ഫുഡും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് നോക്കി ബാങ്ക് എപ്പോഴാണ് കൊടുക്കുക അങ്ങനെ നോക്കിയിരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഏറ്റവും ലാസ്റ്റിലേക്ക് വെച്ച് മരണപ്പാച്ചിൽ പറഞ്ഞിട്ട് പണിയെടുക്കുന്ന കേട്ടോ. അതാണ് എൻ്റെ ശീലം. എല്ലാ റമദാനിക്കും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. നേരത്തെ കാലത്ത് തന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്നൊരു സ്വഭാവം തന്നെ എനിക്കില്ല. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കാറുമില്ല. അപ്പോൾ കുറച്ച് ടൈം മതി നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ മസാല കൂട്ടി വെച്ചുള്ള ചിക്കന് കുറച്ച് പൊരിച്ചെടുത്തപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ ഒരുപാട് നേരം പൊരിക്കാൻ ടൈം പോകുമെന്ന് വിചാരിച്ചിട്ട് ബാക്കി ഞാൻ കുക്കറിലിട്ട് വേവിച്ചു. അതിന് ശേഷം ഞാൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള റൈസ് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ഒരൊറ്റ വിസിലടിച്ചാൽ മതി. അപ്പോൾ ഓഫാക്കുക. എന്നിട്ട് കുറച്ച് ടൈം കഴിഞ്ഞാൽ ആവിയൊക്കെ കളഞ്ഞതിന് ശേഷം തുറന്ന് കൊടുത്താൽ പാകത്തിന് വേവായി കിട്ടും കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് ആവി പോയി കഴിഞ്ഞതിന് ശേഷം തുറക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പം വേവ് കയറും. നോമ്പിൻ്റെ തലേന്ന് ഒരുപാട് സാധനങ്ങൾ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചുകൊണ്ടാണ് നേരം വൈകിട്ടാണെങ്കിലും എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നത് കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പണികളൊക്കെ ഞാൻ മിക്ക റമദാൻ മാസത്തിൻ്റെ മുമ്പായിട്ടും ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ എല്ലാ പണിയും കൂടി ഒരുമിച്ചായിരുന്നു കേട്ടോ. ഒരടുപ്പിൽ നമ്മളെ മന്തി വേവുന്നുണ്ട് കുക്കറിൽ. അതുപോലെ തന്നെ സമൂസക്കുള്ള മസാല ഇവിടെ വേവിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ചിക്കു അടിക്കാനുള്ള അതിൻ്റെ കുരുക്കെ കളഞ്ഞിട്ട് അതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ രീതിയിലാണ് എൻ്റെ പണി. 3-4 പണി ഞാൻ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് അങ്ങനത്തെ സ്വഭാവം? ഇനിയിപ്പോൾ സമൂസകളുടെ മസാല ഒക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ച ചിക്കൻ ഇതിലേക്കൊന്ന് ചിക്കി പരത്തി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. പ്രിപ്പറേഷൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ചെറുനാരങ്ങാ നീരും പുതിനേൻ്റെ ഇലയും കൂടി അടിച്ചെടുത്തിട്ടുള്ള കേട്ടോ. ഇതിപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പഞ്ചസാരയും വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് കൂട്ടി അടിക്കുന്നുണ്ട്.
അപ്പോൾ നാരങ്ങ വെള്ളവും റെഡിയായി. ഇനിയിപ്പോൾ അതാ ചിക്കൻ പൊരിച്ചതും റൈസും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മന്തിയും റെഡിയായി. ബാക്കിയുള്ള ചിക്കനെ നമ്മൾ പുറത്ത് അടുപ്പത്ത് കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചിട്ടെടുത്തത്. അപ്പോൾ കനൽ കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കനലൊക്കെ കൊടുന്നിട്ട് മന്തി ഇതാ പുകയ്ക്കുന്നുണ്ട്. അപ്പോൾ മന്തിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞു. അതിന് ശേഷം സമൂസയും പൊരിച്ചെടുത്തിട്ടോ. അത് പിന്നെ വലിയ പണിയൊന്നുമില്ലല്ലോ പൊരിച്ചെടുക്കാൻ. അപ്പോൾ വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് നോമ്പ് തുറ. മാറ്റിപ്പോൾ ബാങ്ക് കൊടുത്തതിന് ശേഷം മക്കളൊക്കെ വിളിച്ചെണീപ്പിച്ചിട്ട് അവർക്കൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഞങ്ങൾ നോമ്പ് തുറന്നിട്ട് അപ്പം തന്നെ ഫുഡ് കഴിച്ചിട്ടാണ് മഗ്‌രിബ് നിസ്കരിക്കാൻ പോവാറ്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുകയെന്നുണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഓതാനും ചൊല്ലി പറയാനൊന്നും സമയം കിട്ടൂല. ഇശാ മഗ്‌രിബിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടൊരു സമയമല്ല. പിന്നെ എന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളും അത് ശീലിക്കും. നമ്മൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കാനിരുന്നാൽ അവരും തന്നെ കരുതും റമദാൻ മാസം ഭക്ഷണം കഴിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ മക്കൾക്ക് അത് ശീലമാക്കി കൊടുക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കും. നമുക്ക് നിസ്കരിക്കാണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടാകുമ്പോൾ അധികം സംസാരിച്ചുകൊണ്ടിരിക്കില്ല. നോമ്പ് തുറന്ന് പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും കൂടി വേഗം നിസ്കരിക്കാനായിട്ട് പോകും കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും മനസ്സിലാവുള്ളൂ ഇബാദത്ത് എടുക്കാനുള്ളതാണ് റമദാൻ മാസം, അല്ലാതെ ഭക്ഷണം കഴിക്കാനുള്ളതല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതാ മഗ്‌രിബ് നിസ്കരിച്ചു. അതിന് ശേഷം ലവാൻസാന എന്നുള്ള ആയത്തോതി. ഇതിനെക്കുറിച്ചൊക്കെ റമദാൻ മാസത്തിലുണ്ടാക്കിയ പ്ലാനറിൽ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അതിനുശേഷം മഗ്‌രിബിനും ഇശാഇനും ഓതാറുള്ള സൂറത്തുകളൊക്കെ ഓതി. മഗ്‌രിബിൻ്റെ ശേഷം ഹത്തം ഓതാനുള്ളതൊന്നും ഓതാനുള്ള സമയം കിട്ടിയില്ല. കുട്ടികളൊക്കെ നമ്മൾ നോമ്പ് തുറക്കാനിരുന്നാൽ ഒരുപാട് സമയം അങ്ങനെയാണ്ട് പോകും. പിന്നെ ഇശാക്ക് നിസ്കരിച്ചു, തറാവീഹ് നിസ്കരിച്ചു. ഞാൻ ഒരുപാട് കാലമായി കേട്ടോ തറാവീഹൊക്കെ നിസ്കരിച്ചിട്ട്. ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ ഒരു 5-6 കൊല്ലം എന്നല്ല, അതിൻ്റെ മുകളിലായിട്ടുണ്ടാവും തറാവീഹ് നിസ്കരിച്ചിട്ട്. ഏതായാലും അൽഹംദുലില്ലാഹ് ഈ ഒരു വർഷത്തെ റമദാൻ മാസത്തിൽ വീണ്ടും തറാവീഹ് നിസ്കരിച്ചിട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് ഭയങ്കരമായ മറവിയാണെന്ന്. തറാവീഹ് നിസ്കാരത്തിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എത്ര റക്അത്തായി എന്നുള്ളതൊക്കെ മറന്നു പോട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ഇങ്ങനെ ഈ തസ്ബീഹ് ചെല്ലുമല്ലോ, അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ, ദിക്റ് ചെല്ലുന്ന. അതിലിങ്ങനെ ഞാൻ ഓരോ റക്അത്താകുമ്പോൾ 1 2 എന്ന് ഞാൻ നെക്കി കൊടുക്കും കേട്ടോ. ഇത് നമുക്ക് ദിക്റ് ചെല്ലുമ്പോഴൊക്കെ ഉപയോഗിക്കട്ടെ. അത് മൊബൈലിൽ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 1 2 3 ഇങ്ങനെ ആവും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടും അല്ലേ. ഞാനാണെന്നുണ്ടെങ്കിൽ 1 പീസ് സ്പ്രേ ഡ്രസ്സ് ഉണ്ടല്ലോ, അതാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ തന്നെ അടിച്ചിട്ടുള്ളതാണ്. ഈ അമേരിക്കൻ കൈപ്പ് പറഞ്ഞ തുണി കൊണ്ടുള്ള അടിച്ചാണ്. ഭയങ്കര ചൂടാണ് ഇട്ടിട്ട് വേർത്തൊലിക്കും നമ്മൾ തറാവിയൊക്കെ കഴിയുമ്പോൾ. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് കുറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, മന്തി. പിന്നെ നല്ല ടേസ്റ്റുള്ള മന്തി ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതിലെ ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വീണ്ടും മന്തിയൊക്കെ എടുത്ത് കഴിച്ചു. സാധാരണ പതിവുള്ളതല്ല കേട്ടോ. നോമ്പ് തുറന്ന് ഫുഡ് കഴിച്ചാൽ പിന്നെ രണ്ടാമതൊന്നും ഫുഡ് ഞാൻ കഴിക്കാറില്ല. ഇന്നെന്താണെന്നറിയില്ല, എനിക്ക് വീണ്ടും കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് കോഫിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. മോൻ ഫുഡൊന്നും കഴിച്ചില്ല, അവന് കോഫി കുടിച്ചു. അതുപോലെ ഞാനും ഇക്കയും കൂടി ചോറും കോഫിയൊക്കെ കഴിച്ചു. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ ഹത്തം തീർക്കാനുള്ളതൊക്കെ ഓതിയത്. പിന്നെ അസ്മാഉൽ ഹുസ്നയൊക്കെ ഓതി. എൻ്റെ ഒരുപാട് കാര്യങ്ങൾ പടച്ചവനോട് പറഞ്ഞിട്ട് ദുആ ഒക്കെ ചെയ്തിട്ടാണ് കിടന്നുറങ്ങിയത്. പിന്നെ ഞാൻ കിടന്നുറങ്ങാൻ നേരത്ത് മൊബൈൽ നോക്കിയപ്പോൾ 1:40 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.